തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ പ്രതി മുഹമ്മദ് റോഷൻ FB പോസ്റ്റ് ഇട്ടത് പണം തട്ടാൻ വേണ്ടിയെന്ന് പോലീസ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച സാദിഖ് അലി തങ്ങളുടെ ഫോട്ടോ വ്യാജം. 17-കാരിയുടെ പരാതി ഉണ്ടെന്ന മുഹമ്മദ് റോഷന്റെ വാദം അടിസ്ഥാനരഹിതമെന്നും പോലീസ് പറയുന്നു. പരാതിക്കാരി ഉണ്ടെന്നത് പ്രതിയുടെ തിരക്കഥയെന്നും വിപുലമായ അന്വേഷണം നടത്തിയിട്ടും പരാതിക്കാരിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു. കെട്ടുകഥ തയ്യാറാക്കിയതിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. കേരളം ആകെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഇത്. അതിലാണ് പോലീസ് അന്വേഷണവും ഒടുവിൽ പ്രതിയെ പൊക്കിയതും. ഇപ്പോ എല്ലാം ഒരു കെട്ടുകഥയായിരുന്നു, സാങ്കല്പികമായിരുന്നു, അതും പണം തട്ടാൻ വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, അല്ലേ? സേതു, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്, എല്ലാം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണ് ഈ മുഹമ്മദ് റോഷൻ്റെ. മുഹമ്മദ് റോഷൻ നിരവധി കേസുകൾ പ്രതിയാണ്, ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പ്രതിയാണ്. നിലവിൽ ഈ മുഹമ്മദ് റോഷനെ ഇപ്പോൾ കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഒരു പശ്ചാത്തലം കൃത്യമായി മനസ്സിലാകും. അതാണ് ഈ സാദിഖ് അലി തങ്ങളോട് ചെയ്തിരിക്കുക. ഒരു ആത്മീയ നേതാവാണ്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ആ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് പണം തട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ മുഹമ്മദ് റോഷന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമായി തയ്യാറാക്കി അതിലൂടെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ചിത്രം വ്യാജമായി നിർമ്മിച്ച് പങ്കുവയ്ക്കുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നത്. തുടർന്ന് വിശദമായ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അങ്ങനെ ഒരു ചിത്രം ഇല്ല, അത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുള്ളത് കണ്ടെത്തുന്നു. മറ്റൊന്ന്, ഒരു 17-കാരിക്കാണ് ഇത്തരത്തിലൊരു പരാതി ഉള്ളത് എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ മുഹമ്മദ് റോഷൻ പങ്കുവച്ചിരുന്നത്. വിശദമായ ഒരു കുറിപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു 17-കാരിയോ ഒരു പരാതിക്കാരിയോ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇല്ലാത്ത ഒരു 17-കാരിയും ഇല്ലാത്ത ഒരു ചിത്രവും ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തി പണം തട്ടുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. അതായത് ഈ വർഷം ജനുവരി 31-നാണ് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനെ പെരിന്തൽമണ്ണയിലെ ഒരു മാളിലേക്ക് വിളിച്ചു വരുത്തി ഈ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഇവ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും, ഇല്ലെങ്കിൽ 15 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതാണ് പിന്നീട് ഒരു കേസിലേക്ക് പോകുന്നു. സാദിഖ് അലി തങ്ങൾ തന്നെ പോലീസിന് പരാതി നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അങ്ങനെ ഒരു പരാതിക്കാരിയില്ല, അങ്ങനെ ഒരു 17-കാരിയില്ല എന്നുള്ളത് ബോധ്യപ്പെടുന്നത്. ഒപ്പം തന്നെ സാദിഖ് അലി തങ്ങളുടെ ചിത്രം AI നിർമ്മിതമാണ്. ഒപ്പം തന്നെ വ്യാജമായി നിർമ്മിച്ചാണ് ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ നിരവധി പേരുണ്ട്. അത് കൂടുതൽ പേർ ആരൊക്കെ എന്നുള്ളത് പോലീസ് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഹമ്മദ് റോഷൻ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ, നിരവധി കേസുകൾ പ്രതിയായതുകൊണ്ട് തന്നെ നിലവിൽ ഈ മുഹമ്മദ് റോഷൻ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സേതു. ഓക്കെ ശാന്തകുമാർ, ശരി. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരാളെ തേജോവധം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പണം തട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നല്ലേ. തങ്ങളുടെ തന്നെ ഒരു വീഡിയോ ചിത്രീകരിച്ചു, അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. അത് കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ എല്ലാവരും സത്യമാണോ കള്ളമാണോ എന്നറിയാതെ പലരും ശ്രമിക്കും. ആ രീതിയിൽ ഒരാളെ എത്ര കണ്ട് അയാളെ മാനസിക വിഷമത്തിലാക്കും, അയാളെ തേജോവധം ചെയ്യും, അയാളുടെ ഇത്രയും നാളത്തെ അയാളുടെ ഒരു ജീവിതം അല്ലെങ്കിൽ അയാൾ കാണിച്ചു കൊടുത്ത മാതൃക ഇതെല്ലാം ചോദ്യത്തിലാക്കി അയാളെ മാനസികമായിട്ട് തളർത്തി ഇല്ലാതാക്കി ഒടുവിൽ അന്വേഷണത്തിലാണ് കണ്ടെത്തുന്നത് ഇതെല്ലാം കെട്ടുകഥയായിരുന്നു. അതും ഇതെല്ലാം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരുന്നു. അപ്പം